ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു പ്രത്യേകതരം മതേതരത്വവും ജനാധിപത്യവുമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവർ മതേതര ജനാധിപത്യ ചേരിയിലുള്ളവർ. അത് വലതുപക്ഷത്തോ BJP-യുടെയോ ഒപ്പമായാൽ അത് കൊടിയ മതേതര വിരുദ്ധവും ജനാധിപത്യ ധ്വംസനവും ആയി മാറും. ഒരു പ്രത്യേകതരം ഫാസിസം ആണ് BJP-യും വലതുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു നരേറ്റീവ് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ വളരെ ശക്തമായും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, മറ്റത്തൂരിൽ, തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി നടന്ന നീക്കങ്ങൾ വലിയ ജനാധിപത്യ വിരുദ്ധവും മതേതര വിരുദ്ധവും ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഈ ഇടത് സൈബർ ഇടങ്ങൾ, CPM സൈബർ പോരാളികൾ നാടൊട്ടുക്ക് ഇതിനെ എടുത്തു വെച്ചങ്ങ് അലക്കുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന നരേറ്റീവുകൾ മുഴുവനും, അത് VK പ്രശാന്തിന്റെ കാര്യമായാലും ശരി, ഈ മറ്റത്തൂരിലെ വിഷയമായാലും ശരി, അങ്ങ് ബംഗളൂരുവിലെ ഫക്കീർ കോളനി ആയാലും ശരി, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിച്ചിരിക്കുന്നു. നാണം കെട്ട് CPM വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ സത്യം അവർ മാത്രം മനസ്സിലാക്കുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. മറ്റത്തൂരിൽ ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു നീക്കം നടന്നിരിക്കുന്നു. അവിടെ വലതുപക്ഷ UDF കോൺഗ്രസ് വിമതനായി മത്സരിച്ചു ജയിച്ച ഔസേപ്പ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് രാജ്യത്തിന്റെ മതേതരത്വം, ജനാധിപത്യം ശക്തിപ്പെടുത്താനാണ് തന്റെ ലക്ഷ്യമെന്ന് ഔസേപ്പ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ലത് തന്നെ, നമുക്കും സ്വീകാര്യം തന്നെ. രാജ്യത്തിന് നല്ലത് വരുത്തുന്നത് ആര് ചെയ്താലും കൈയടിക്കണം, അവരെ പിന്തുണയ്ക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇതേ കാര്യം UDF ചെയ്യുമ്പോൾ, കോൺഗ്രസ് ചെയ്യുമ്പോൾ, BJP ചെയ്യുമ്പോൾ എന്തിനാണ് എതിർക്കുന്നത്? ആ ചോദ്യം അവിടെയുണ്ട്. മറ്റൊരു വിവരം, തൃശൂർ ജില്ലയ്ക്ക് സമീപത്ത്, തൃശൂർ ജില്ലയിൽ എന്ന് തന്നെ പറയാം, വടക്കാഞ്ചേരിയിൽ മുസ്ലിം ലീഗ് വിമതനായിട്ട് മത്സരിച്ച ഒരാൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചു. അവിടെയും സമാനമായ ഒരു അവസ്ഥ വന്നു. ആർക്കും ഭൂരിപക്ഷമില്ല. ഈ മുസ്ലിം ലീഗ് വിമതൻ മുസ്ലിം ലീഗിന് ഒപ്പം ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് UDF-ന് പിന്തുണ കൊടുക്കാമെന്ന് വാക്ക് നൽകി. പക്ഷേ സമയമായപ്പോൾ കളം മാറ്റി ചവിട്ടി LDF-നെ പിന്തുണച്ചു. LDF-ന്റെ ആൾ അധികാരത്തിൽ വന്നു, അവിടെ അധ്യക്ഷനായിട്ട് വന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ. അടുത്ത നിമിഷം ഈ ലീഗിന്റെ ആൾ വിമതൻ രാജിവെച്ചു. ഇത് എന്ത് രാഷ്ട്രീയമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. LDF-ന് ആരെയും കൂട്ടാം, മുസ്ലിം ലീഗിനെ കൂട്ടാം, BJP-യെ കൂട്ടാം, ആരെയും കൂട്ടാം. ഇവരാരെങ്കിലും UDF-നൊപ്പം ചേർന്നാൽ അത് വലിയ കുഴപ്പമാണ്. നമുക്കറിയാം, 1989-ൽ കേന്ദ്രത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ, പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എങ്ങനെയാണ് ജയിച്ച് അധികാരത്തിലെത്തിയതെന്ന് നമുക്കറിയാം. അന്ന് BJP-യുടെ 84 MP-മാരുടെ പിന്തുണ ഉറപ്പാക്കിയാണ് VP സിംഗ് അധികാരത്തിൽ കയറിയത്. അന്ന് BJP-യുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ആർക്കും ഒരു വൈമനസ്യവും ഉണ്ടായില്ല. അന്ന് VP സിംഗിന്റെ ഇടതുവശത്ത് ചേർന്ന് നിന്ന CPM-ന്റെ അനിഷേധ്യനായ നേതാവ് EMS നമ്പൂതിരിപ്പാടിന് ഒരു ഉളുപ്പും ചളിപ്പും തോന്നിയില്ല. BJP-യുടെ കൂടി സഹായത്തോടുകൂടി കേന്ദ്രത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിൽ. അന്ന് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടും എന്നാണ്. അപ്പോൾ അന്ന് BJP വേണമായിരുന്നു കോൺഗ്രസിനെ തോൽപ്പിച്ച് VP സിംഗിനെ അധികാരത്തിലെത്തിക്കാൻ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി വിരുന്നുകൾ VP സിംഗിന്റെ വസതിയിൽ നടക്കുമ്പോൾ BJP നേതാക്കളായ LK അദ്വാനി മുതലായവരോടൊപ്പം അതിൽ പങ്കെടുക്കാൻ EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾക്ക്
യാതൊരു വൈമനസ്യവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് EMS മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ അന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി അന്നേ ദിവസം ചുമതലയേറ്റ LK അദ്വാനി പ്രത്യേക വിമാനം ചാർട്ട് ചെയ്ത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അന്ന് അദ്ദേഹം ഇവിടെ വന്ന് EMSന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. അന്നൊന്നും ഇല്ലാത്ത തൊട്ടുകൂടായ്മ ഇന്ന് എങ്ങനെയാണ് LDFന് BJPയോട് വന്നിരിക്കുന്നത്? ഇന്ന് BJP എങ്ങനെയാണ് മതനിരപേക്ഷതയ്ക്കും മതേതരത്വത്തിനും ഒക്കെ ഭീഷണിയായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ മറ്റത്തൂരിൽ കോൺഗ്രസിലെ 8 അംഗങ്ങൾ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നിട്ട് കോൺഗ്രസ് വിമതയായി മത്സരിച്ച മറ്റൊരാളിനെ അവിടെ ജയിപ്പിച്ചു. അതിന് BJPയും വോട്ട് ചെയ്തു. ആ BJPയും കോൺഗ്രസും വോട്ട് ചെയ്തത് ഒരു വിമതയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നയാളിന് വേണ്ടിയിട്ടാണ്. ആ BJP കോൺഗ്രസിനോ കോൺഗ്രസ് BJPക്കോ അല്ല വോട്ട് കൊടുത്തത്. പക്ഷേ ഈ ഇടത് പോരാളികൾ, സൈബർ പോരാളികൾ ചിത്രീകരിക്കുന്നത് കൈപ്പത്തി താമരയായി എന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടാണ് കൈപ്പത്തി മാറി താമരയായത്. എന്താണ് ഇവിടെ നടന്ന മറിമായമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാം. അവർ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചെങ്കിലും BJP അംഗത്വം എടുത്തിട്ടില്ല, BJPയോടൊപ്പം ചേർന്നിട്ടില്ല, BJPയുടെ ഒരാളെ വിജയിപ്പിച്ചിട്ടുമില്ല. അവർ വിജയിപ്പിച്ചത് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന വ്യക്തിയെയാണ് അവർ പിന്തുണച്ചത്. BJP ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി BJPയും അത് ചെയ്തു. എന്നാൽ വടക്കാഞ്ചേരിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിമതന്റെ പിന്തുണ നേടുന്നതിൽ ഒരു ഉളുപ്പും LDFനുണ്ടായില്ല, CPMനുണ്ടായില്ല. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി മോശമായ ഭാഷയിൽ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല. ഏറ്റവും നല്ല സഭ്യമായ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നു: ഇരട്ടത്താപ്പ്. ഇടതുപക്ഷം, ഹൃദയപക്ഷം, മനുഷ്യപക്ഷം അവർ ചെയ്താൽ ഏത് തെറ്റും ശരിയാകും. അതേസമയം UDFും BJPയും മുസ്ലിം ലീഗും ഒക്കെ എന്ത് ചെയ്താലും അത് വലിയ കുഴപ്പമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അത് ഒരു ജനകീയ സ്വഭാവമുള്ളതല്ല, മതേതരത്വത്തിന് വെല്ലുവിളിയാണ്, ജനാധിപത്യത്തെ തകർക്കുന്നതാണ്, ഫാസിസമാണ്. ഈ ഒരു ആഖ്യാനം ഇടതുപക്ഷം ഇനിയെങ്കിലും മാറ്റിവെക്കണം. തകർന്ന തരിപ്പണമായി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന സെമി ഫൈനലിൽ നിങ്ങൾ 8 നിലയിൽ പൊട്ടി. നിങ്ങൾക്ക് ഇനി തിരിച്ചു വരാൻ വയ്യാത്തവണ്ണം, കഴിയാത്തവണ്ണം നിങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു. കേരളം ഇടതുപക്ഷത്തിന്റെ നുകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വോട്ടർമാർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അല്ലാതെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം, കൂറ രാഷ്ട്രീയം കളിച്ച് ഈ UDFനെയും മുസ്ലിം ലീഗിനെയും BJPയെയും ഒക്കെ മുന്നിൽ നിർത്തി തരാതരം മതേതരത്വവും മതനിരപേക്ഷതയും ഒക്കെ വിളമ്പി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.